ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൺട്രോ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിൽ കൂടെയാണ്. ഇവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട്, പക്ഷെ ആരും താമസക്കാർ ഭയങ്കര കുറവാണ്. നമ്മൾ കണ്ടിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയ ഒരു മൺട്രോ ഐലൻഡ് മാത്രമല്ല, അല്ലാത്തൊരു മൺട്രോ ഐലൻഡ് കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇവിടെ വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ ഉള്ളൂ ആൾക്കാർ, താമസക്കാർ. കണ്ടോ ഇവിടുത്തെ വഴികൾ എന്നൊക്കെ പറഞ്ഞത് ഇതേപോലത്തെ വഴികളാണ്. മൊത്തം കാട് കയറി. ഇതാണ് ഇവിടുത്തെ പെരിങ്ങാലത്തെ ഒരു പള്ളി. ഇഷ്ടംപോലെ പള്ളികളുണ്ടെന്നാണ് അറിവ്, പക്ഷേ എനിക്കറിയുന്ന പള്ളി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ പൊന്മാൻ, ആ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന അവസാനത്തെ ഒരു പള്ളിയൊക്കെ അത് മൺട്രോ ഐലൻഡിലെ പള്ളി തന്നെയാണ്. ഇവിടെ ഞങ്ങളുടെ അപ്പാപ്പനെയും അമ്മാമ്മനെയൊക്കെ അടക്കിയിട്ടുണ്ട് ഈ പള്ളിയിൽ. ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയായിട്ടാണ് നമ്മൾക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. കണ്ടോ ഇഷ്ടംപോലെ തെങ്ങന്തോപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ ആരും അങ്ങനെ എന്താ പറയുക, ഇതിനു വേണ്ടി മാത്രമായിട്ട് മെനക്കെട്ട് കൃഷിയൊന്നും ചെയ്യാത്തതുകൊണ്ട് അത്ര തേങ്ങയൊന്നും ഇല്ല. ഇതോ ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക്. അഷ്ടമുടി കായലാണ് ആ കാണുന്നത്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കാണുന്ന അഷ്ടമുടി കായലാണ്. ഇത് മാർത്തോമ ചർച്ചാണിത്, പെരിങ്ങാലത്ത്. ഇത് പെന്തക്കോസ്ത് ചർച്ച്. ഈ കാണുന്നത് നമ്മുടെ ഗവൺമെൻറ് സർവീസ്, ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ. അത് ഇത്ര സമയത്തിലായിരിക്കും വരുന്നത്. ഇതാണ് ഫൈനലി അഷ്ടമുടി കായൽ. കണ്ട ഗൈസ്, അതാണ് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് സർവീസ് ഓടുന്ന ബോട്ട് സർവീസാണത്. നമുക്ക് വാർത്തയിലൊക്കെ ഇടയ്ക്ക് കാണാൻ പറ്റത്തില്ലേ, ഇങ്ങനെ മൺട്രോ തുരുത്തിൽ ബോട്ട് 2-3 പ്രാവശ്യം അപകടത്തിലൊക്കെ പെട്ടിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കണ്ടോ അവിടെ ചെറിയൊരു സ്റ്റോപ്പ് പോലെയുണ്ട്. ഞങ്ങൾ 2 പ്രാവശ്യമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അതിൽ. നമുക്കിവിടുന്ന് കൊല്ലത്തോട്ടും കോയിവെള്ളം എന്നൊക്കെ സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റും. തിര അടിക്കണ സൗണ്ടാണ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കുഞ്ഞ് ഐലൻഡിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോകും നമ്മുടെ വീട്ടിലോട്ട്.